ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന രണ്ടാം പാദ സെമി ഫൈനൽ പോരാട്ടത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് FC ബാഴ്സലോണക്ക് പുറത്തു പോവേണ്ടി വന്നിരുന്നു. മത്സരത്തിൽ ബാഴ്സ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. പക്ഷേ പ്രതിരോധത്തിലെ ചില പിഴവുകൾക്ക് വലിയ വില അവർക്ക് നൽകേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു ഘട്ടത്തിൽ ബാഴ്സ വിജയം ഉറപ്പാക്കിയിരുന്നു. പക്ഷേ അവസാനത്തിൽ ഗോളുകൾ വഴങ്ങിക്കൊണ്ട് അതെല്ലാം അവർ കളഞ്ഞു കുളിക്കുകയായിരുന്നു. ഏതായാലും മത്സരത്തിൽ ആദ്യം ലീഡ് എടുത്തത് ഇന്റർ മിലാൻ തന്നെയാണ്. ആദ്യ പകുതിയിൽ 2 ഗോളുകൾക്ക് അവർ മുന്നിലായിരുന്നു. ചൽഹനോഗ്ലു ഒരു പെനാൽറ്റി ഗോൾ നേടിയിരുന്നു. പക്ഷേ ആ പെനാൽറ്റിയുടെ കാര്യത്തിൽ ഇപ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കുബാർസിയായിരുന്നു ആ ഒരു ഫൗൾ ചെയ്തിരുന്നത്. എന്നാൽ അവിടെ റഫറിക്ക് തെറ്റുപറ്റി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ആഴ്സണലിൻ്റെ ഇതിഹാസ പരിശീലകനായിരുന്ന ആഴ്സൺ വെങ്ങർ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുബാർസിയുടെ ചാലഞ്ച് ഫൗൾ അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിലുള്ള ഫൗളുകൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ആളാണ് ഞാൻ. എല്ലാം നിങ്ങൾക്ക് സ്ലോ മോഷനിലൂടെ പെനാൽറ്റി വിധിക്കാൻ കഴിയില്ല. അത് റിയൽ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ശരിക്കും അവിടെ കുബാർസി ഒരർത്ഥത്തിൽ ബോൾ വിൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. റഫറി ശരിയായ ഒരു തീരുമാനമല്ല എടുത്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ ആഴ്സൺ വെങ്ങർ പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മത്സരത്തിൻ്റെ ഗതിയൊക്കെ മാറ്റിമറിച്ചത് അത്തരത്തിലുള്ള തീരുമാനങ്ങളാണ്. റഫറിക്കെതിരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങളാണ് ബാഴ്സ ക്യാമ്പിൽ നിന്നും ഉയരുന്നത്. 50-50 ചാൻസുകൾ എല്ലാം തന്നെ റഫറി ഇന്റർ മിലാന് അനുകൂലമായിക്കൊണ്ട് വിധിച്ചു എന്നായിരുന്നു മത്സരശേഷം ഹാൻസി ഫ്ലിക്ക് പറഞ്ഞിരുന്നത്. കൂടാതെ പല താരങ്ങളും റഫറിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.